ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൻ്റെ 16-ാം ദിവസമാണല്ലോ ഇന്ന്. ബാൾട്ടിമോർ കാറ്റഗിസത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനാണ് ദൈവം നിന്നെ സൃഷ്ടിച്ചത് എന്നാണ്. അതിന് ഉത്തരം കൊടുത്തിരിക്കുന്നത്, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുന്നതിനും അവിടുത്തെ സേവിക്കുന്നതിനും അഥവാ ശുശ്രൂഷിക്കുന്നതിനും അതുവഴി നിത്യരക്ഷ പ്രാപിക്കുന്നതിനുമാണ്. ഈ മതബോധനത്തിൽ നിന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമായി നിത്യരക്ഷ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതും അവിടുത്തെ സേവിക്കുന്നതുമാണ്, ശുശ്രൂഷിക്കുന്നതുമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. അതേ, പ്രാർത്ഥന ദൈവത്തെ സ്നേഹിക്കലാണ്. ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രേക്ഷിത വേല ചെയ്യുക എന്നത്, അഥവാ സുവിശേഷ വേല ചെയ്യുക എന്നത്. പാപത്തിന് മുൻപ് ആദ്യ മാതാപിതാക്കന്മാർ പർദീസായിലായിരുന്നു ജീവിച്ചിരുന്നത്. പർദീസായെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവം ഉലാത്തുന്ന സ്ഥലം എന്നാണ്. അതായത് അവർ സദാ ജീവിച്ചിരുന്നത് ദൈവസന്നിധിയിലായിരുന്നു. എങ്കിൽ പർദീസയാണ് ആദ്യത്തെ ദേവാലയം എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. ദൈവം വസിക്കുന്ന, ദൈവം ഉലാത്തുന്ന സ്ഥലമല്ലേ ദേവാലയം. മറ്റു വാക്കിൽ പറഞ്ഞാൽ, ആദ്യ മാതാപിതാക്കന്മാർ സദാ ദൈവത്തോടുള്ള സ്നേഹ സംസർഗത്തിലായിരുന്നു, ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണത്തിലായിരുന്നു. അവർ സദാ പ്രാർത്ഥനയിലായിരുന്നു എന്നർത്ഥം. ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് മാറി സ്വമനസ ബോധപൂർവം ദൈവകൽപ്പന ലംഘിച്ച് നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലത്തിൽ സന്തോഷം കണ്ടെത്താൻ അവർ ശ്രമിച്ചതോടെ ദൈവത്തോടുള്ള സ്നേഹസംസർഗം നഷ്ടപ്പെട്ടു. പ്രാർത്ഥന അസാധ്യമായി. ജെറമിയ പ്രവാചകൻ പിന്നീട് പറയാനിരുന്നത് അവിടെ മുൻകൂട്ടി സംഭവിക്കുകയായിരുന്നു. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വചനങ്ങൾ: ആകാശങ്ങളെ ഭയന്ന് ഞടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ, കർത്താവ് അരുളിച്ചെയ്യുന്നു. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ദൈവകൽപ്പന ലംഘനത്തിൻ്റെ അഥവാ പാപത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്ത ഫലം ദൈവത്തോടുള്ള സ്നേഹ സംസർഗം നഷ്ടപ്പെടും, അഥവാ പ്രാർത്ഥിക്കാനുള്ള കൃപ ഇല്ലാതാകും എന്നതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇത് നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിലകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പാപം മൂലം നഷ്ടപ്പെട്ട ദൈവത്തോടുള്ള സ്നേഹസംസർഗം അഥവാ പ്രാർത്ഥനാ വരം പുനഃസ്ഥാപിക്കാൻ മനുഷ്യൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള മുൻകൈയെടുക്കൽ പര്യാപ്തമാവുകയില്ല. അതിനാൽ ആദ്യ മാതാപിതാക്കളുടെ പാപത്തിന് ശേഷവും ആദം നീ എവിടെ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചു ചോദിച്ചുകൊണ്ട് അവനെ ദൈവം അന്വേഷിച്ച് വന്നിട്ടും അവന് ദൈവത്തിങ്കലേക്ക് മടങ്ങി വരാനോ മാപ്പ് ചോദിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ച് വന്ന് വസിക്കാനോ സാധിക്കുന്നില്ല. മാത്രമല്ല, ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം അവന് താങ്ങാനാവാത്ത ഭാരമായി തീർന്നു. അത് മനസ്സിലാക്കിയാണ് ദൈവം അവനെ തൽക്കാലത്തേക്ക് പർദീസായിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്. പിന്നീട് അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തു വന്ന് മനുഷ്യൻ്റെ പാപത്തിന് തക്ക പരിഹാരം ചെയ്ത് ദൈവ മനുഷ്യ സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുന്നത് വരെ അവൻ പർദീസായ്ക്ക് പുറത്തു തന്നെ ആയിരിക്കും.
ഈശോ കുരിശിൽ മരിക്കുമ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി എന്ന് സുവിശേഷകന്മാർ പറയുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ ആദ്യമാതാപിതാക്കളുടെ പാപവും പിന്നീടുള്ള എല്ലാവരുടെയും പാപവും മൂലം ദൈവവും മനുഷ്യനും തമ്മിൽ വന്ന അകൽച്ച ഈശോയുടെ പാവപരിഹാര ബലിയിലൂടെ പരിഹരിക്കപ്പെട്ടു. ദൈവത്തെയും മനുഷ്യനും തമ്മിൽ അകറ്റിയിരുന്ന ഭിത്തി എടുത്തു മാറ്റപ്പെട്ടു എന്നത് കാണിക്കുകയാണത്. പ്രാർത്ഥന നമുക്ക് വലിയ അനുഭവമാകാത്തതിൻ്റെ കാരണവും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണവുമെല്ലാം ഇതിൽ നിന്നും നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിലെ കുറവുകളാണ് പ്രാർത്ഥനയിൽ കുറവ് വരുന്നതിന് പ്രധാന കാരണം. പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല, ദൈവ ശുശ്രൂഷയിലും സഭാസേവനത്തിലും നാം പുറകോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണവും നാം സാധാരണ പറയുന്ന കാരണങ്ങളൊന്നുമല്ല. അടിസ്ഥാന കാരണം ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ കുറവുള്ളത് കൊണ്ട് തന്നെയാണ്. പ്രാർത്ഥിക്കാൻ കൂട്ടാക്കാത്തവർ സാധാരണ പറയുന്ന മുടന്തൻ ന്യായം അവർക്ക് സമയമില്ല എന്നാണ്. അതല്ല യാഥാർത്ഥ്യം. അവർക്ക് സമയമില്ലാത്തതല്ല, പ്രത്യുത അവർക്ക് സ്നേഹമില്ലാത്തതാണ് അടിസ്ഥാന കാരണം. ദൈവത്തോടുള്ള അവരുടെ ബന്ധത്തിൽ വന്നിരിക്കുന്ന തകർച്ചയാണ് അടിസ്ഥാനപരമായ അതിന് കാരണം. ദൈവകൽപ്പന ലംഘിച്ചുള്ള പാപജീവിതമാണ് പ്രാർത്ഥനയ്ക്കും ആത്മീയ കാര്യങ്ങൾക്കും അലസത ഉളവാകുന്നതിൻ്റെ കാരണം. ചിലർ പറഞ്ഞേക്കും വളരെ കുറച്ച് നേരം പ്രാർത്ഥിച്ചാൽ മതി, കാരണം ഒത്തിരിയേറെ പ്രവർത്തികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇവിടെയും അതല്ല യഥാർത്ഥ കാരണം. ദൈവത്തോട് വേണ്ടിടത്തോളം സ്നേഹബന്ധമില്ലായ്മ തന്നെയാണ് കാരണം. അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തോടുള്ള സ്നേഹപ്രകാശനമായിട്ടല്ല അവരെ പ്രാർത്ഥന അവരെ കാണുന്നത്. രണ്ട് ഉറ്റ സ്നേഹിതർ തമ്മിൽ സംഭാഷണത്തിൽ മുഴുകുമ്പോൾ സമയത്തെപ്പറ്റി അവർ ഒരിക്കലും ആകുലപ്പെടാറില്ല. സമയം കൂടുതൽ എടുക്കുവാനാണ് അവർ താല്പര്യം കാണിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തേക്കാൾ നമ്മോടുള്ള സ്നേഹം കൂടുമ്പോഴാണ് നാം ചെയ്തു തീർക്കാനുള്ള പ്രവൃത്തികളുടെ പേരിൽ പ്രാർത്ഥന വെട്ടിച്ചുരുക്കുന്നത്. നമുക്ക് ദൈവമല്ല പ്രധാനപ്പെട്ടത്, നമ്മൾ തന്നെയാണെന്ന് അതുവഴി നാം വിളിച്ചു പറയുകയാണ്. ഈ ലോക ജീവിതത്തിൽ ഏറ്റവും അധികം തിരക്കുള്ള വ്യക്തി യേശുവായിരുന്നല്ലോ. അവിടുന്ന് പകൽക്കാലം മുഴുവനും ശുശ്രൂഷകൾ ഏർപ്പെട്ട ശേഷം രാത്രികാലങ്ങൾ മുഴുവൻ പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് സുവിശേഷന്മാർ പറയുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്തവണ്ണം ജനം അവിടുത്തെ തിക്കിത്തിരക്കുന്ന സമയത്തും ആ കാലഘട്ടങ്ങളിലും അവിടുന്ന് അതിരാവിലെ ഉണർന്ന് ഒരു വിജന സ്ഥലത്ത് പോയി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്നുവെന്ന് മർക്കോസ് സുവിശേഷകൻ 1:35 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിസി ആയതുകൊണ്ടല്ല പ്രാർത്ഥിക്കാത്തത്, മറിച്ച് ദൈവത്തോടുള്ള സ്നേഹബന്ധം തീരെ കുറഞ്ഞു പോയത് കൊണ്ടോ അറ്റുപോയത് കൊണ്ടോ ആണ്. മറ്റനേകം പേർ പറയുന്ന ഒരു പരാതി പല വിചാരം മൂലം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്ന്. വാസ്തവത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദൈവ വിചാരം നഷ്ടപ്പെടുമ്പോഴാണ് പല വിചാരം കടന്നു വരുന്നത്. ദൈവത്തെക്കാൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ മറ്റു ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥന തടസ്സപ്പെടുന്നത്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ, ദൈവം ഇരിക്കേണ്ട നമ്മുടെ ഹൃദയ സിംഹാസനത്തിൽ നാമോ നമ്മളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളോ ഇടം പിടിക്കുമ്പോൾ, അതായത് ഒരു വിഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറയുമ്പോഴാണ് നമുക്ക് പല വിചാരം വന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്. മരിയൻ പ്രതിഷ്ഠ പ്രാർത്ഥനയിലും ദൈവശുശ്രൂഷയിലും നമ്മളെ പുനഃസ്ഥാപിക്കാൻ പറ്റിയ ഒന്നാന്തരം മാർഗമാണ്. കാരണം കഴിഞ്ഞ 12 ദിവസങ്ങളിൽ അതിനുശേഷം ഈ ദിവസങ്ങളിലും പരിശ്രമിക്കുന്നത് എല്ലാവിധ പാപത്തോടുമുള്ളൊരു വിടപറയൽ നടത്തുവാൻ വേണ്ടിയാണ്. മാരകപാപങ്ങൾ മാത്രം, ലഘുപാപങ്ങൾ പോലും ജീവിതത്തിൽ പൂർണ്ണമായി ഒഴിവാക്കി നമ്മുടെ ജീവിതം ദൈവത്തിൻ്റേത് മാത്രമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് മരിയൻ പ്രതിഷ്ഠ. ജന്മപാപം പോലും ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിലയേറിയ പ്രാർത്ഥനാ ബലത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അതിനാൽ ദൈവത്തിൽ നമ്മെ അകറ്റുന്ന പാപത്തോട് എന്നേക്കുമായി വിട പറയുവാനും ദൈവത്തോടുള്ള സ്നേഹബന്ധത്തിൽ
അടിക്കടി വർദ്ധിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതം ഒരു നിരന്തര പ്രാർത്ഥനയായി മാറുവാനും സുവിശേഷ വേലയും ദൈവശുശ്രൂഷയും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവൃത്തികളും അതിൽ നമ്മുടെ ആനന്ദമായി മാറാനും ഈ മരിയൻ പ്രതിഷ്ഠ യഥാവിധി നടത്തുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഈ ആമുഖ ചിന്തകളോടെ നമുക്കിന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. വിചിന്തനം: പാപത്തിൻ്റെ പരിണിത ഫലമാണ് പ്രാർത്ഥനയിലും ആധ്യാത്മിക ശുശ്രൂഷകളിലുമുള്ള അലംഭാവം. പ്രാർത്ഥനയിലുള്ള അലംഭാവം. പ്രാർത്ഥനയിൽ തീക്ഷ്ണതയില്ലായ്മ പാപസാന്നിധ്യത്തിൻ്റെ തെളിവാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യത്തിൽ, സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇതാണ് പാപത്തിൽ വീണ് പോകാതിരിക്കാനുള്ള മാർഗമായി യേശു നിർദ്ദേശിച്ചത്. എന്നാൽ ഉത്ഭവ പാപത്തിൻ്റെ പ്രഥമ ഫലം പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. പാപം ചെയ്ത് തന്നിൽ നിന്നകന്ന ആദം നീ എവിടെ എന്ന് വാത്സല്യപൂർവ്വം അന്വേഷിക്കുന്ന ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ സ്നേഹം സ്വീകരിക്കുന്നതിന് പകരം അവൻ ദൈവത്തിൽ നിന്ന് ഓടി അകലുകയാണ് ചെയ്തത്. പാപം അവന് ദൈവസാന്നിധ്യം ഭാരമാക്കി തീർത്തു. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച പ്രാർത്ഥനയ്ക്കുള്ള മുഖ്യ തടസ്സം. ആദ്യ പാപത്തിൻ്റെ ഫലമായുള്ള ദൈവ മനുഷ്യ ബന്ധത്തകർച്ച എല്ലാ മനുഷ്യരിലേക്കും വ്യാപിച്ചിരിക്കുന്നതിനാൽ പ്രാർത്ഥനയിൽ മുഴുകുക എന്നത് വളരെ ശ്രമകരമായ ഒന്നായി തീർന്നിരിക്കുകയാണ്. വ്യക്തിപരമായ പാപം ഇത് രൂക്ഷമാക്കി തീർത്തിരിക്കുന്നു. പാപത്തിൽ ദീർഘകാലം ജീവിക്കുന്നതും കൂടുതൽ ഗൗരവമുള്ള പാപങ്ങൾ ചെയ്യുന്നതും ദൈവത്തോടുള്ള അകൽച്ച കൂടുതൽ വർദ്ധിപ്പിക്കും. ദൈവസന്നിധിയിൽ തന്നെ ആയിരുന്ന മാലാഖമാരുടെ ഒരൊറ്റ പാപം ദൈവത്തിൽ നിന്ന് അവരെ പൂർണ്ണമായും എന്നേക്കുമായി അകറ്റി എന്ന വസ്തുത ഇക്കാര്യം വ്യക്തമാക്കുന്നു. അവർ സ്വർഗത്തിൽ നിന്ന് നിഷ്കാസിതരാവുകയും നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്തു. ഒരൊറ്റ പാപം ദൈവത്തിൽ നിന്ന് മാലാഖമാരെ ഇപ്രകാരം അകറ്റിയെങ്കിൽ എണ്ണമില്ലാത്ത പാപങ്ങൾ ആവർത്തിച്ച് ചെയ്ത നമ്മൾ ദൈവത്തിൽ നിന്ന് എത്രയോ ഏറെ അകലെയായിരിക്കും. നമുക്ക് ഊഹിക്കാൻ സാധിക്കാത്ത അത്ര അകലം ദൈവവും നമ്മളും തമ്മിലുണ്ട് എന്നതാണ് വസ്തുത. ദൈവത്തിൽ നിന്നുള്ള ഈ അകൽച്ച മൂലമാണ് നാം പ്രാർത്ഥിക്കാൻ ഏറെ ശ്രമിച്ചിട്ടും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തതും മടുപ്പ്, പലവിചാരം, വരൾച്ച, വിശ്വാസരാഹിത്യം, ക്ഷീണം, ഉറക്കം, മടി എന്നിവയെല്ലാം ഉണ്ടാകുന്നതും. പ്രാർത്ഥനയ്ക്കുള്ള മറ്റൊരു വൻ തടസ്സം ജഡിക മനുഷ്യനായി തുടരുന്നതാണ്. അതപ്പതിച്ച് നമ്മുടെ മനുഷ്യ പ്രകൃതി തന്നെ പ്രാർത്ഥന അത്യന്തം ദുഷ്കരമാക്കി തീർത്തിരിക്കുകയാണ്. അതപ്പതിച്ച ഈ മനുഷ്യപ്രകൃതി മൂലം നാം ജഡികരാണ്. റോമാലേഖനം 7:14 പൗലോസ് വിലപിക്കുകയാണ്, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണ്. നേരെ മറിച്ച് ദൈവം അരൂപിയാണ്. യോഹന്നാൻ 4:23 എഴുതപ്പെട്ടിരിക്കുന്നു, ദൈവം അരൂപിയാണ് അഥവാ ആത്മാവാണ്. നാം ജഡികരായി കഴിയുമ്പോളം അരൂപിയായ ദൈവവുമായി നമുക്ക് എങ്ങനെ ഒരു ആശയവിനിമയത്തിൽ ഏർപ്പെടാൻ സാധിക്കും? പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംഭാഷണമാണല്ലോ. അരൂപിയായ ദൈവവും ജഡികനായ മനുഷ്യനും തമ്മിലുള്ള ഈ അടിസ്ഥാനപരമായ അന്തരമാണ് പ്രാർത്ഥനയ്ക്കുള്ള വലിയ തടസ്സം. അരൂപിയായ ദൈവത്തോട് സഹസംസർഗം പുലർത്താൻ മനുഷ്യൻ സാധിക്കണമെങ്കിൽ അവൻ ആത്മീയ മനുഷ്യനായി തീരുക മാത്രമാണ് വഴി. ആത്മീയ മനുഷ്യനാകാനുള്ള വഴി പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. നാം ആത്മീയ മനുഷ്യരായി തീരുന്നത് ദൈവാത്മാവിനാൽ നിറയുകയും ദൈവാരൂപിയാൽ നയിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ്. റോമാലേഖനം 8-ാം അധ്യായം 13 മുതൽ വാക്യത്തിൽ അത് എഴുതപ്പെട്ടിരിക്കുന്നു. ജഡത്തിൻ്റെ പ്രവണതകൾ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും.
ദൈവാത്മാവാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാപിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. അതേ ദൈവാത്മാവിനാൽ നാം നിറയുകയും നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വാത്സല്യനിധിയായ പിതാവ് ആണ് എന്ന അനുഭവം ശക്തമാകും. അതാണല്ലോ പ്രാർത്ഥന. ദൈവപുത്രസ്ഥാനത്തേക്ക് ഉയർന്ന് ദൈവത്തെ ആബാ എന്ന് അർത്ഥവത്തായി വിളിച്ചപേക്ഷിക്കാൻ നാം പ്രാപ്തരാകും. പരിശുദ്ധാത്മാവിനാൽ നിറയുകയും ആത്മാവിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ. മരിയൻ പ്രതിഷ്ഠ പരിശുദ്ധാത്മാവാൽ നിറയാനും തദ്വാര പ്രാർത്ഥന അനായാസകരമാകാനും സഹായിക്കുന്നു. ഒരു സൃഷ്ടിക്ക് ദൈവാത്മാവിനാൽ എത്രമാത്രം നിറയാൻ കഴിയുമോ അതിൻ്റെ പരമാവധി നിറഞ്ഞ ഏക വ്യക്തിയാണ് പരിശുദ്ധ കന്യക മറിയം. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞും നയിക്കപ്പെട്ടും ജീവിച്ച് നന്നായി പ്രാർത്ഥിക്കുന്നവരായി നാം മാറാൻ മാതാവിനെ പോലെ നമ്മെ സഹായിക്കാൻ പറ്റിയ മറ്റാരുമില്ല. പാപം നമ്മിൽ വരുത്തിവെച്ച മറ്റൊരു വിനാശമാണ് ഭൗതിക കാര്യങ്ങളിൽ വളരെ താല്പര്യം ഉള്ള നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ വലിയ നിസ്സംഗത, താല്പര്യമില്ലായ്മ അനുഭവപ്പെടുന്നു എന്നത്. പാപത്തിൻ്റെ ഫലം പ്രാർത്ഥിക്കാനുള്ള ബുദ്ധിമുട്ടിൽ എന്നതുപോലെ മറ്റെല്ലാ ആത്മീയ കാര്യങ്ങളിലുമുള്ള ശുഷ്കാന്തി കുറവിലും പ്രകടമാണ്. ഭൗതിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയും താല്പര്യവും ജാഗ്രതയുമുള്ളവരാണ് നാം. അവയുടെ നിർവഹണത്തിൽ നാം തന്നെ മുൻകൈയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ആത്മീയ കാര്യങ്ങളിലാകട്ടെ നാം അലസരാണ്. അവയുടെ നിർവഹണത്തിന് പുറമേ നിന്ന് ഒരു പ്രേരണയോ പ്രോത്സാഹനമോ നിർബന്ധമോ വേണ്ടി വരുന്നു. ഒരു ഉദാഹരണം, ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ ഭക്ഷണം, വിശ്രമം, വ്യായാമം എന്നിവയിൽ വളരെ ശ്രദ്ധയും കൃത്യനിഷ്ഠയും കാണിക്കുന്ന നാം നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്കും മറ്റ് ദൈവ ശുശ്രൂഷയ്ക്കും ഒട്ടും തന്നെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ നശ്വര ജീവിതം ഭദ്രമാക്കാൻ കഠിനമായി അധ്വാനിക്കുകയും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ധാരാളമായി സമ്പാദിച്ചു കൂട്ടുകയും ചെയ്യുന്ന നാം നിത്യജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിലോ സമ്പാദിക്കുന്നതിലോ ഭൗതിക കാര്യങ്ങൾക്കുള്ളതിൻ്റെ ഒരംശം പോലും താല്പര്യം കാണിക്കുന്നില്ല. പാപത്തിൻ്റെ അനിവാര്യ ഫലം സുവിശേഷ വേലയിലുള്ള സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലുള്ള നിസ്സംഗത. പാപത്തിൻ്റെ ദോഷഫലങ്ങളിൽ മുഖ്യമായി ഒന്ന് സഭയുടെ സുവിശേഷ വേലയിൽ നാം കാണിക്കുന്ന താല്പര്യക്കുറവാണ്. മാനസാന്തരപ്പെടുന്നതിന് മുൻപും പിൻപുമുള്ള വിശുദ്ധ പൗലോസിൻ്റെ ജീവിതം ഒന്നാന്തര ഉദാഹരണമാണ്. മാനസാന്തരപ്പെടുന്നതിന് മുമ്പുള്ള പൗലോസിൻ്റെ അനുഭവം അദ്ദേഹം ഏറ്റുപറയുന്നത് ഇങ്ങനെയാണ്: നസ്രായനായ യേശുവിൻ്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യേണ്ടതുണ്ടെന്ന് ഒരിക്കൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ജെറുസലേമിൽ ഞാൻ അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് ലഭിച്ച അധികാരത്തോടെ വിശുദ്ധരിൽ പലരെയും ഞാൻ തടവിലാക്കുകയും അവരുടെ വധത്തെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. മാനസാന്തരത്തിന് മുമ്പുള്ള പൗലോസ് സാവൂളായിരുന്ന കാലത്തുള്ള അവസ്ഥയായിരുന്നു ഇത്. എന്നാൽ മാനസാന്തരപ്പെട്ട് പൗലോസായി മാറിയ ശേഷം എന്തായിരുന്നു പ്രത്യേകത? അദ്ദേഹം എണ്ണമറ്റ ദേശങ്ങൾ കാൽനടയായും കടലിലൂടെ യാത്ര ചെയ്ത് സുവിശേഷം പ്രസംഗിച്ചു. അന്ന് അറിയപ്പെട്ട ലോകത്തിൻ്റെ 1/3 ഭാഗങ്ങൾ പൗലോസ് തന്നെ സുവിശേഷം അറിയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. മാനസാന്തരത്തെ തുടർന്ന് സുവിശേഷ വേല ജീവിതത്തിൻ്റെ മുൻഗണന തന്നെയായി തീർന്നു പൗലോസിന്. സുവിശേഷത്തെ പ്രതി എണ്ണമറ്റ പ്രഹരമേറ്റു, പലതവണ മരണഭക്ത്രത്തിലകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടിവീതം കൊണ്ടു, 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും താൻ ജീവിച്ചുവെന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ 2 കൊരിന്തോസ് 11-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വിവരിച്ചു പറയുന്നുണ്ട്. പാപം മൂലം ദൈവത്തിൽ നകന്ന കാലത്ത് പൗലോസിന് സഭയോടും ദൈവശുശ്രൂഷയോടും കടുത്ത വിരോധമാണ് ഉണ്ടായിരുന്നതെങ്കിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങി രക്ഷ പ്രാപിച്ച ശേഷം സുവിശേഷം അറിയിക്കൽ അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യമായി മാറി.
സുവിശേഷ വേലയോടുള്ള നമ്മുടെ നിസ്സംഗതയ്ക്കുള്ള പ്രതിവിധി പരിശുദ്ധാത്മാവിനാൽ നിറയുക. ഗുരുതരമായ ഈ ബലഹീനതയ്ക്ക് എന്താണ് അടിസ്ഥാന കാരണം? സുവിശേഷ വേലയിൽ തൽപരരാകാൻ തക്കവിധം പരിശുദ്ധാത്മാവാൽ നിറയാത്തതും നയിക്കപ്പെടാത്തതും തന്നെ. റോമാലേഖനം 8:5 ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയുന്നതോടെ സുവിശേഷം പ്രഘോഷിക്കാൻ ഉത്സാഹമുണ്ടാകും. പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളുടെ മേൽ വരുന്ന ശക്തി നിങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തലപ്രവൃത്തി 1:8 എന്ന് ഈശോ പറഞ്ഞു. അതിനാൽ ആത്മീയ കാര്യങ്ങളിലും സുവിശേഷ വേലയിലും നാം ഉണർവുള്ളവരാകാൻ പരിശുദ്ധാത്മാവിനാൽ അധികമായി നിറയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ സഹായം അനിവാര്യം. പ്രാർത്ഥനയിലും ദൈവശുശ്രൂഷയിലും ഉത്സുകരാകാൻ തക്കവിധം നാം പാപത്തിൻ്റെ കെടുതികളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് പരിശുദ്ധാത്മാവാൽ നിറയ്ക്കാൻ പരിശുദ്ധ മറിയത്തിന് സാധിക്കുന്ന പോലെ മറ്റാർക്ക് സാധിക്കും? വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ട് നിർദ്ദേശിക്കുന്ന മരിയൻ സമർപ്പണം നാം നടത്തുന്നതോടെ ദൈവാത്മാവ് ശക്തമായ നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ സ്രോതസ്സെങ്കിൽ പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയത്രേ. ഇതാ കർത്താവിൻ്റെ ദാസി. വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ ഉപദേശം സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ സ്രോതസ്സെങ്കിൽ പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മറിയം പറഞ്ഞതിൽ നിന്ന് അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണെന്ന് വ്യക്തമാവുകയാണ്. തൻ്റെ ഉദരത്തിൽ യേശുവിനെ രൂപപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് പരിശുദ്ധ മറിയം അനുവാദം നൽകുകയായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ അമലോത്ഭവ ജനന നിമിഷം മുതൽ അമ്മയും പരിശുദ്ധാത്മാവും തമ്മിലുണ്ടായ അത്യഗാധമായ ഐക്യം, മംഗളവാർത്താ നിമിഷം മുതൽ അവർ ഇനിമേൽ രണ്ടല്ല ഒന്നാണെന്ന് പറയത്തക്ക തരത്തിൽ പരിപൂർണ ഐക്യത്തിലേക്ക് വളർന്നു. ഈ അതിവിശിഷ്ട സംഗമം വഴി പരിശുദ്ധാരൂപി അതിമോദത്തോടെ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനായി പരിശുദ്ധ മറിയത്തിലൂടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ വിശുദ്ധീകരണത്തിൽ നമ്മുടെ പങ്കോ? ഓരോരുത്തരും മറിയത്തിലൂടെ ജനിക്കണം, മറിയത്തിലൂടെ വളരണം. ബൈബിൾ വായന. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ലൂക്ക 1:39-49 വാക്യങ്ങൾ. പ്രാർത്ഥന. കർത്താവായ യേശുവേ, പാപഫലമായി എന്നിൽ ഉളവായിരിക്കുന്ന ആത്മീയ മന്ദത അങ്ങ് പരിഹരിക്കണമേ. പ്രാർത്ഥനയിലും ഉള്ള മടുപ്പും തീഷ്ണതയില്ലായ്മയും എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ആത്മീയ കാര്യങ്ങളിലുള്ള ദൈവശുശ്രൂഷയിലുള്ള എൻ്റെ നിസ്സംഗതയും താല്പര്യമില്ലായ്മയും നീക്കിത്തരണമേ. സഭയുടെ സുവിശേഷ വേലയിലും മറ്റ് പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും എന്നെ വളരെയധികം ഉത്സുകനാക്കണമേ. ലോകകാര്യങ്ങളിലുള്ള അമിത ആവേശത്തിൽ നിന്ന് ദൈവിക കാര്യങ്ങളിലേക്കുള്ള തീഷ്ണതയിലേക്ക് എന്നെ ഉയർത്തണമേ. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നുവെന്ന് ദൈവാത്മാവാൽ പൂരിതയായി ഉദ്ഘോഷിച്ച പരിശുദ്ധ മറിയമേ, ഞാൻ പ്രാർത്ഥനയിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും അത്യന്തം ഉത്സുകനാകാൻ തക്കവിധം മരിയൻ പ്രതിഷ്ഠാ ഒരുക്കം നന്നായി പൂർത്തിയാക്കാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സൽകൃത്യം. ദിവ്യകാരുണ്യ ബിസിയത്ത് നടത്തുക അഥവാ ഭവന സന്ദർശനം നടത്തി വിശ്വാസം പങ്കുവയ്ക്കുക.